ഒടുക്കത്തെ കാറ്റുണ്ട് കേട്ടോ, ഒടുക്കത്തെ കാറ്റുണ്ട്, മഴയുണ്ട്. എനിക്ക് ഫ്ലോറിഡ വന്നിട്ട് ആദ്യമായിട്ട് എങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നിർത്തിയിട്ടാലും ഇത് ചില്ലിന്റെ മുകളിലേക്ക് വീഴുമല്ലോ മറ്റേ ആലിപ്പഴം. അടിക്കുന്നുണ്ടല്ലോ, തീർത്ത് വീഴുന്നുണ്ടോ? അതെ, ആ ചെറുതായിട്ട് ഉണ്ട് കേട്ടോ. ഉണ്ട് അവൻ തുടങ്ങി. ഉണ്ട്, ഇതല്ലേ തരി വരുന്നു. ഞാൻ പറഞ്ഞല്ലേ അത് എല്ലാം പൊളി കണ്ടന്റ്. നമ്മളതൊക്കെ അല്ലാതെ കുഴപ്പമില്ല. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെൻസിൽവാനിയയിലാണ്. പെൻസിൽവാനിയയിലെ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തി ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് സെറ്റായതാണ്. ഇന്നലെ രാത്രിയിൽ കിടിലം മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴ. എന്തായാലും വെർജീനിയാസ് എല്ലാം ഓടിച്ച് കയറ്റി പെൻസിൽവാനിയ, ഇനിയിപ്പോൾ ന്യൂയോർക്ക് കയറി നമുക്ക് നേരെ ഒണ്ടാറിയോയിലേക്ക് കയറാം. പിന്നെ വേറൊരു വിശേഷമുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രിപ്പ് നമ്മൾ യാടി കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേവസ്യാച്ചൻ വീട്ടിൽ പോകും. ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്ക് നാളെ വീട്ടിൽ. പക്ഷെ നമ്മളൊരു ചെറിയ സിംഗിൾ ട്രിപ്പ് എടുത്തുകൊണ്ട് ന്യൂയോർക്കിലേക്ക് പോവാം. ഒരു 2 ദിവസത്തെ ട്രിപ്പ്. അതെങ്ങനെ ഉണ്ടായിരുന്നു രാത്രിയിലത്തെ ഓട്ടമൊക്കെ? കൺസ്ട്രക്ഷനാണ്. അതല്ല, ഇവിടെ ഒടുക്കത്തെ കൺസ്ട്രക്ഷനാണ്. ചിലത്തെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിടത്തും കോൺ മാറ്റിയിട്ടില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ വന്നിട്ട് സ്റ്റക്കായി ഒരു ലൈനിലോട്ടെ. അത് പെട്ടെന്ന് മറ്റേ അടുത്ത് 3 ലൈനായിരുന്നു, ഒരു ലൈനില്ല. രാത്രിയിലായതുകൊണ്ട് അത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നേരം പുറത്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് വണ്ടികളുടെ എണ്ണം കൂടി. ശരി. പിന്നെ മഴയുണ്ടായിരുന്നു, കുറെ നേരം മഴയുണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ നമ്മുടെ ഷാർലറ്റ് കടന്നു കിട്ടിയത് വലിയ ഭാഗ്യം. അവിടെ നിറയെ കൺസ്ട്രക്ഷനാ. ഒന്നാമത്തെ ചെറിയ ഇത് വണ്ടികൾ വൈകി അങ്ങോട്ട് പോയപ്പോ അതാ നമുക്ക് പറ്റിയത്, ഡിലേ ആയത്. ആ ഷാർലറ്റ് തൊട്ട് പിന്നെ അങ്ങ് ഫ്ലോറിഡ വരെ ഫുള്ള് കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇത് ഇവിടെ പോറ്റ ആകെ കൂടി ഡബിൾ ലൈൻ, എന്തോരം ട്രക്കുകൾ പോണ റൂട്ടാണ്. അപ്പം നമുക്ക് ഈ ലോഡ് യാടി കൊണ്ടിട്ട് അടുത്ത് ഹുക്ക് ചെയ്ത് പോകണ്ടേ. നമുക്ക് ഏകദേശം 750 കിലോമീറ്റർ ആണ് യാടിയിൽ നിന്ന് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ന്യൂയോർക്കിലെ ആ ഒരു വെയർ ഹൗസിലേക്ക് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. ദേവസ്യാച്ചൻ്റെ ഷിഫ്റ്റും കൊണ്ട് നമ്മൾ യാർഡ് എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ലോഡ് എടുത്ത് ആ വെയർ ഹൗസിൻ്റെ പ്രോപ്പർട്ടി പോയി കിടന്നു കഴിഞ്ഞാൽ രാവിലെ പിക്കപ്പും ഡെലിവറിയൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് പോരാനുള്ള സമയമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കൺസ്ട്രക്ഷൻ ആയിരുന്നു അല്ലേ, നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് എത്തിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്കോള എന്ന് പറയുന്ന ഒരു സർവീസ് ഏരിയ ഉണ്ട്. ഇവിടെ നിർത്തി നമ്മൾ ഷിഫ്റ്റ് മാറുക. ഈ അങ്കോളയൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മൾ സിംഗിൾ പോകാൻ നേരത്തെ നമ്മൾ സ്ഥിരം ഇടയ്ക്ക് നിർത്തുന്നതായിരുന്നു ഇവിടെ. അയ്യോ, അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ഡെലിവറി ഒറ്റ ഷിഫ്റ്റ് നടക്കുകയല്ല. നമ്മൾ പോയി സാധനം എടുത്തുകൊണ്ട് തിരിച്ച് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് 10 മണിക്കൂർ റീസെറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് രാവിലെ പോയി ഡെലിവറി ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് മാറിയേക്കാം അല്ലേ? ഷിഫ്റ്റ് മാറണം. നമുക്ക് പതിവില്ലാത്ത ആദ്യമായിട്ട് പോകുന്ന ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യണം. ലൂയിസ്റ്റൺ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ മടക്കി വെച്ചേക്കാം. ദേവസ്യാച്ചന് കിടക്കുകയും ചെയ്യാം. അതുകൂടാതെ യാടി ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി സമയം കളയാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്പോർട്ടും ചെയ്യേണ്ടതല്ലേ. ബൈ ദ വേ, ഈ ഒരു ട്രിപ്പിൻ്റെ ഹാപ്പി ന്യൂസ് എന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ട്രക്ക് തിരിച്ച് കിട്ടും. നമ്മൾ ന്യൂയോർക്കിന് കൊണ്ടുപോകുന്നത് നമ്മുടെ ST86 നമ്മുടെ ട്രക്ക്. നമ്മുടെ ബഫലോയിൽ നിന്നും അകലെയായി ക്വീൻസ്റ്റൺ ലൂയിസ് നയാഗ്ര ഫോൾസ് ഇല്ലേ, അതിന്റെ അപ്പുറമാണ്. അതായത് ബഫലോ നയാഗ്ര ഫോൾസിന്റെ അവിടുത്തെ മറ്റേ റെയിൻബോ എന്ന് പറഞ്ഞൊരു ഒരു ബ്രിഡ്ജ് ഇല്ലേ, മറ്റേ കാറും ആൾക്കാരും പോകുന്നു, അതും കഴിഞ്ഞിട്ടുള്ള അതിനും അപ്പുറമാണ് ലൂയിസ്റ്റൺ എന്ന് പറയുന്നത്. അതായത് അവിടുന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വരണം. ഫസ്റ്റ് പോകുന്നത് 405 എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹൈവേ, നമ്മുടെ വരുന്ന ഫസ്റ്റ് ഡീവിയേഷൻ എടുത്ത് പോകുന്നത് ലൂയിസ്റ്റൺ. അപ്പൊ ആ നയാഗ്രയിലോട്ടുള്ള അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ആ നയാഗ്രയിലോട്ടുള്ള തിരക്ക് വരികയല്ല, അതാ നമ്മൾ ലൂയിസിനടുത്ത് ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ എനിക്കൊന്നും അങ്ങോട്ട് വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? എങ്ങോട്ടാ? ഈ ബ്രിഡ്ജിന്റെ
ക്വിൻസ്റ്റൺ ലൂയിസ്റ്റണിലേക്ക് നമ്മളിപ്പോ പോകുന്ന ട്രക്കുകൾ കുറവായിരിക്കും. കാറുകളുണ്ടാവും അല്ലേ? ട്രക്കുകൾ കുറവാണ് കാരണം എന്നാ പോലും ട്രക്കുകൾ ക്രോസ് ചെയ്യാമെങ്കിൽ ട്രക്കുകൾ ക്രോസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറവല്ലേ, ബൂത്തൊക്കെ കുറവായതുകൊണ്ട്. പിന്നെ അറിയത്തില്ല ഇനി വല്ല സ്പെഷ്യൽ ഇവരിങ്ങനെ ക്ലിയറൻസ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും. ചെറിയ വലിയ അങ്ങനെ വല്ലതും ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. കാരണം അങ്ങോട്ട് അവിടെ എനിക്കൊന്ന് 3-4 ബൂത്തങ്ങാണ്ടേ ഉള്ളൂ. 1, 2, 3 എനിക്കൊന്ന് 3 ഉള്ളൂ US സൈഡ്. എനിക്ക് തോന്നുന്നു ഈ ബഫല്ലോ ബോർഡറിന്റെ ഏസ് മാനിഫെസ്റ്റ് വെച്ച് ഈ ക്വീൻസ്റ്റൺ ലൂയിസ്റ്റൺ ക്രോസ് ചെയ്യാൻ തോന്നുന്നു. അത് ക്രോസ് ചെയ്യാൻ നമുക്ക് വിൻസറും വേണം ക്രോസ് ചെയ്യാലോ. അതൊക്കെ ചെയ്യാന്നാ ഇവര് സമ്മതിക്കാത്ത. ഞങ്ങള് പോയിട്ടുള്ള അതായത് പണ്ട് മറന്നുപോയതാ സത്യം പറഞ്ഞ. സാറിനായിക്കുള്ളതങ്ങാണ്ട് കൈ തന്നു. നമ്മളൊന്ന് പണ്ട് വിൻസറല്ലേ പോകുന്നത്. വിൻസർ പോയി സാറിന് കയറുന്ന നമ്മൾ ഈ ഇത് പേപ്പറൊന്നും നമ്മൾ നോക്കിയില്ല. പ്രിന്റ് എടുത്തു കൊടുത്തു. പുള്ളി പറഞ്ഞു ഇത് ഇവിടെ അല്ലല്ലോ സാറിനെയാണല്ലോ. ഓ സോറി സാർ ഞങ്ങൾ അറിഞ്ഞില്ലെന്നു. ഓഫീസറും വലിയ കുഴപ്പമില്ലാത്ത ആളായിരുന്നു. പുള്ളി പറഞ്ഞു ഓക്കെ ഐ വിൽ ഞാനത് മാറ്റിക്കോളാന്ന് പറഞ്ഞു. പുള്ളിക്ക് അവർക്ക് സിസ്റ്റത്തിൽ അങ്ങ് മാറ്റിയാലേ ഉള്ളൂ. പക്ഷേ പ്രാവശ്യം ഞങ്ങൾ ഓഫീസിൽ വിട്ടു മാറ്റാൻ വേണ്ടിട്ട്. അല്ല അതാ അതവന്മാര് ഞാൻ പറഞ്ഞ ഓരോ ആൾക്കാരുടെ ഇതേ ഉള്ളൂ. ഇത് അവന്മാർക്ക് ഈ ഓഫീസിൽ ചെല്ലുന്നവനും ഈ ഇവിടെ ഇരിക്കുന്നവനും ഒരേ സിസ്റ്റത്തിൽ ഒരേ വരുന്ന സംഭവം ഒന്ന് തന്നെ. അത് ഓരോ ഡിപ്പെൻഡ്സ് ഓഫീസർ. അതല്ലേ ഞങ്ങൾ ഇന്നാൾ ഒരു പ്രാവശ്യം ഏതോ ഒരു പ്രാവശ്യം മറ്റേ ഫാസ്റ്റ് ലൈനിലങ്ങാണ്ട് കയറി ഇങ്ങനെ സംഭവം വന്നപ്പം സാധാരണ അവിടെ ആള് ഫാസ്റ്റ് ലൈനിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ അങ്ങനെ കയറ്റി വിടാറുണ്ട്. അതെന്ന് പറയാ ഇല്ല വിട്ടോ. പിന്നെ US പോയിട്ട് ഒന്നുകൂടെ കറങ്ങി പുറത്തിറക്കി വിട്ടു. വീണ്ടും കറങ്ങി തിരിഞ്ഞു വരണ്ടാവും അല്ലേ. നമ്മുടെ പീസ് ബ്രിഡ്ജ് ബഫലോ ആയിരുന്നെങ്കിൽ വേണ്ട ഈ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോയിട്ട് ബ്രിഡ്ജിൽ കയറുന്നത്. പക്ഷെ നമ്മളിപ്രാവശ്യം നയാഗ്ര തന്നെയുള്ള മറ്റൊരു ബോർഡർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. 35 കിലോമീറ്ററിലാണ് ആ ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. ഓ ഇതാണ് നമ്മുടെ പാലം. ആ പാലത്തിൽ നിന്ന് വരുമ്പോ താഴെ കാണുന്ന റോഡുണ്ടല്ലോ അതാണ് ഇത്. നല്ല രസം ഈ ആ പാലത്തിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ബ്രിഡ്ജ് അല്ല ഈ റോഡ് കാണാൻ വേണ്ടിട്ട് നമ്മൾ എപ്പോഴും അതുവഴി പോകുമ്പോ വിഷ്വൽ എടുക്കുന്ന. എന്തായാലും നന്നായി, മറ്റൊരു എക്സ്പീരിയൻസ് ആയല്ലോ നമുക്ക്. ചിലപ്പോ അറിയത്തില്ല റെയിൻബോ പാലം കാണാൻ പറ്റുമോ. അങ്ങോട്ട് അങ്ങനെ പോയിട്ടില്ലെന്നോ പാലേ. അയ്യോ ഇത് തന്നെയല്ലേ അങ്ങോട്ട് വരാൻ വേണ്ടി ഒന്ന് ഞെട്ടിപ്പോയി. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോ സംശയം. ആ വളവിന്റെ അവിടെ ലേക്കിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡായിരുന്നാലും ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഇച്ചിരി ഗല്ലിയായല്ലേ. ആടി പോളി. അതാ എക്സിറ്റ് വേണോ. രണ്ട് വലിയ പാലം. അത് ഇതിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ഓ ഇതിന്റെ അകത്ത് തന്നെ ഉള്ള US തന്നെ ഉള്ള. നമ്മളെ പാലം കയറുവോ അറിയാമോ? ഈ പോണ ട്രക്കുകളൊക്കെ അങ്ങോട്ടാന്ന് തോന്നല്ലേ. അമ്മമാരൊക്കെ അങ്ങോട്ടായിരിക്കും. ഇത് ഒണ്ടാരിയോ ട്രക്കല്ലേ? അതെ ഒണ്ടാരിയോ. നിർത്താൻ പോലും പറ്റുന്നത് നമ്മള് മറ്റേ പറവറ വന്നു കഴിഞ്ഞാലേ ഇത് നമുക്ക് പരിചയമില്ലാത്ത വഴി അങ്ങോട്ട് ആകുമ്പോ കൂടുതൽ പ്രശ്നമാണ്. പരിചയമുള്ളതാണെങ്കിൽ നമുക്കറിയാം ഇന്ന സ്പോട്ടിൽ കൊണ്ട് ചവിട്ടാന്ന്. ഇത് രണ്ട് വലിയ പാലാണല്ലോ ഇത്. താഴെയൊക്കെ ഭയങ്കര മറീനയാട്ടോ. ഇഷ്ടംപോലെ ബോട്ടുകളും സെറ്റപ്പുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് ഏത് പാലായിരിക്കും? ഇത് എന്നാ പാലായിരിക്കും? ഇതിന്റെ രണ്ട് സൈഡും ന്യൂയോർക്ക് തന്നെയാ. ന്യൂയോർക്കിന്റെ അകത്തുള്ള ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാനഡയിലോട്ട് പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതാണ് ക്വീൻസ്റ്റൺ ലൂയിസ്റ്റൺ ബ്രിഡ്ജ്. അത് ശരിക്കും നമ്മൾ ആ ബഫലോയുടെ ഏരിയ കൂടെ വരുമ്പോ ഇത് കാണാമല്ലോ. ഒരു സൈഡിൽ ഒരു വലിയ പാലം. അതാണോ? കാണത്തില്ലെന്നോ കൊറേ മാറിയ. കാരണം ആ ഒരു ഇതിന്ന് മാറിയാണ്. ചിലപ്പോ അറിയത്തില്ല അതിന്റെ ഡയറക്ഷനിൽ ഈ പാലത്തെ കയറുമ്പോ അങ്ങോട്ട് നോക്കിയാൽ ഇത് ഇച്ചിരി കുറെ എനിക്കൊന്നും. അത് മറ്റേത് റെയിൻബോ പാലമായിരിക്കും കൂടുതലും. കാരണം മറ്റേ നമ്മള് ഫോളില്ലേ, ഫോളിന്റെ അവിടെ റെയിൻബോ എന്നും പറഞ്ഞിട്ടൊരു പാലമുണ്ട്. പക്ഷെ അതിന്റെ ട്രക്ക് പോവില്ല, കാറുകൾ ക്രോസ് ചെയ്യും. എനിക്കറിയില്ല അത്. നമ്മള് മറ്റേ നായകര വെള്ളച്ചാട്ടം കാണുമ്പം മറ്റേ ഇതൊക്കെ ഉള്ളതല്ലേ,
കാസിനോസും അതിന്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഒരു ഇതുണ്ട്. അതാ യുഎസിന്റെ കാറുകൾ പോകുന്ന മാത്രം പോകുന്ന അറിയാം. പക്ഷെ എനിക്ക് ആ സാധനം പരിചയമില്ല. ബ്രിഡ്ജ് ഓക്കെ. അതില് ട്രക്കില്ല, അതിലെയാണ് എനിക്കൊന്ന് നടന്നും വേണം. ഇപ്പൊ നടന്ന് പാസ്പോർട്ട് കാണിച്ച് അങ്ങനെ കണ്ടത്. ശരി, എത്തിക്കഴിഞ്ഞല്ലോ. വെൽക്കം ടു ദ സിറ്റി ഓഫ് നയാഗ്ര ഫോൾസ്. ഇതാണ് ശരിക്കും നമ്മള് ന്യൂയോർക്കിന്റെ സൈഡ് എന്ന് പറഞ്ഞ് കാണുന്ന. അതാ നയാഗ്ര ഫോൾസ് ലെഫ്റ്റില്. അതുകൊണ്ടോ? മറ്റേ ആവി വെള്ളം ചാടുന്ന യുഎസിന്റെ അതാ നയാഗ്ര ഫോൾസ്. ചിലപ്പോ ഇവിടുന്ന് കേറി കഴിയുമ്പോൾ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ പറഞ്ഞല്ലോ ചിലപ്പം ബഫല്ലോ മറ്റേ പാലം കാണാൻ പറ്റുമോ? ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും. എന്തോ ഒരു വെള്ളം ഇതിലല്ലേ ഈ റിവറിലേ. ശരിക്കും നമ്മുടെ നാട്ടിലെ ഈ ഓളം വെട്ടുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കായലിനോട് ഇതിനെ കമ്പയർ ചെയ്യാം. ഒരു കായൽ പോയി അങ്ങ് വീഴുന്ന പോലെ. കായല് പോലെ. സാറിന് നമ്മുടെ നാട്ടിൽ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോ പുഴയല്ല വന്ന് ഒഴുകുന്നതേ. ലേക്ക് ഒരു വലിയ കായല്. അപ്പം നാച്ചുറലി ലേക്ക് എന്ന് പറയുമ്പോ കിട്ടിക്കിടക്ക് മാത്രം. ഇങ്ങോട്ട് കണ്ടിന്യൂസ് എവിടുന്നോ വെള്ളം വരുന്നുണ്ടല്ലോ. നയാഗ്ര റിവർ അല്ലേ. ആ ഓളം വെട്ടല് കാണുമ്പോ അറിയാം നിസ്സാര ആഴമൊന്നുമല്ല. അങ്ങ് വലിയ ക്വാണ്ടിറ്റി ഉണ്ട് സാധനം. ഈ റൈറ്റിലേക്ക് കാറുകളൊക്കെ തിരിയുന്നതാണ് നയാഗ്ര സീനിക് പാർക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഇതിന്റെ സൈഡിൽ കൂടെ ഉള്ള ഡ്രൈവ് ഒക്കെ. പക്ഷെ അങ്ങോട്ട് ട്രക്കുകൾക്ക് എൻട്രി ഇല്ല. നമ്മൾ നമ്മുടെ ബോർഡർ ലക്ഷ്യമാക്കി മുന്നോട്ട് വന്നു. 12 കിലോമീറ്ററിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വീൻസ്റ്റൺ ലൂയിസ്റ്റൺ പാലം. ക്വീൻസ്റ്റൺ ലൂയിസ്റ്റൺ നാക്ക് പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോ നാക്ക് പഠിക്കാതെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. ചിലപ്പോ നാക്ക് പഠിക്കാതെ മറ്റേ ഇതില് സുരാജ് അവിടുന്ന് നേരെ വരുന്ന മറ്റേ ഇത് ഇതേണ്ട നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വലിയ ഇതുണ്ട് പവർ അതോറിറ്റി പമ്പ് ജനറേറ്റിംഗ്. ഇവിടെ ചേട്ടാ ഇതിന് താഴെ ചേട്ടാ മറ്റേ നമ്മള് ഫോളിന്റെ അടുത്തോട്ട് വന്നു കേട്ടോ. മറ്റേ ഇത് ടർബൈനൊക്കെ കറങ്ങുന്നതല്ലേ. ഹൈഡ്രോ ഇലക്ട്രിക്. അമേരിക്കക്കാരനാണ് ഉണ്ടാക്കി മിച്ചമുള്ളത് അങ്ങോട്ട് വിടും. കാനഡക്കാരൻ പിന്നെ വേറെ ഉണ്ടാക്കും. വെള്ളം ഇതൊന്നും അറിയാതെ പിന്നെയും വരും. ആരാണ്ട് ചോദിച്ച പോലെ കറണ്ട് അങ്ങനെ ഉണ്ടാണ് വെള്ളത്തിൽ നിന്ന്. അത് മറ്റേ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ടേ. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തില് ഈ വൈഗ ഡാം എന്നും വന്നോണ്ട് ഈ തമിഴ്നാട്ടിൽ എന്താ ടൂർ പോലെ പോയതാ. അപ്പൊ ഇങ്ങനെ ഈ താഴോട്ട് ഈ വെള്ളം വന്നു കഴിയുമ്പോൾ ഇതങ്ങ് കലങ്ങി കിടക്കുകയെ. മുകളിലിങ്ങനെ ഫ്രീ ഇതായിട്ട് എടുക്കുക. അപ്പൊ ഏതൊരു പുള്ളി ഇവിടെ അങ്കിൾമാരുടെ ആരോടാ പിള്ളേരെ ചോദിച്ചാൽ ഇതിനകത്ത് കറണ്ട് എങ്ങനെയാ ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുത്താ. ആ വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുത്താ അത് കഴിഞ്ഞിട്ടുള്ള പിശിരി വെള്ളമാ പോകുന്നത്. അതാ കലങ്ങി പോകുന്ന കാണാൻ. അങ്ങനെ നമ്മൾ വേണ്ട ബോർഡറിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തി കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഡ്യൂട്ടി ഫ്രീ. ഇവിടെ വെച്ചോണ്ടൊക്കെ എല്ലാം സെറ്റപ്പ് ആക്കിയല്ലോ. ആണോ? പിന്നെ ഇതെല്ലാം പൊളിച്ചു പണിത് ഇത് പുതിയ ഇതാക്കി. പിന്നെ പണ്ട് ഇതൊന്നും ഇല്ല, ഓഞ്ഞ സാധനമായിരുന്നു ഇവിടെ. അതല്ലേ ഉണ്ട് ആ സാധനം ഇല്ലേ ആ ബൂത്ത് ഉണ്ടോ യുഎസിന്റെ ഇടത് സൈഡിൽ കാണുന്ന. അതെല്ലാം പുതുക്കി. ഇതല്ല ഡ്യൂട്ടി ഫ്രീ എല്ലാം പുതുക്കി. മറ്റേത് ഇവിടെ മറ്റേ ഇത് കൂട്ട് മറ്റേ പല ഷെഡ് പോലത്തെ സെറ്റപ്പായിരുന്നു. ഇപ്പൊ ഇതുണ്ടോ അതെല്ലാം സെറ്റപ്പായി പുതിയത് നല്ല അടിപൊളിയാക്കി. മറ്റേത് അവിടെ ഒരു 3 മഞ്ഞത്തവും മാത്രമേ കാണുള്ളൂ. നമുക്ക് നമ്മളെ മുമ്പിൽ കാണുന്ന മസ്കറ്റ് ഗാർഡനെ അങ്ങ് ഫോളോ ചെയ്ത് പോവാം അല്ലേ. മസ്കറ്റ് ഗാർഡനെ ഡ്യൂട്ടി ഫ്രീ ഒന്നും മേടിക്കാനില്ല. പുള്ളി എനിക്കൊന്ന് ഒറ്റ ഓഫീസർ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി. മറ്റേത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴഞ്ചൻ ഒരു രീതിയിലേക്കാണ്. ആണോ? ഇനി നമ്മൾ ഇത് വലുതായല്ലേ? വലുതാക്കി. ഇത് ഈ പാലമാണ് നമ്മൾ യുഎസും കാനഡയും നമ്മൾ തിരിക്കുന്നത്. ഈ ഇടത് സൈഡിൽ കാണുന്ന വലിയ വീട്ടറൊക്കെ അതുകൊണ്ട് അത് മറ്റേ ഡാമാ. കണ്ടോ വെള്ളം ഒഴുകാനുള്ള ഷട്ടറൊക്കെ ഉണ്ട്. അത് കറണ്ട് മൊത്തം ഇത് വെള്ളം 1.5 താഴ്ചയാ. എടുത്തേ വീഡിയോ ഞെക്കിട്ട് ചുമ്മാ പിടിച്ചോ. ഈ വലിയ പുഴയുടെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ ദേവസ്യാച്ചൻ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി. ഞെക്കി പിടിച്ചോ. അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ കനത്തിലെടുത്തു. അതിസാഹസികമായ ചില വീഡിയോ വിഷ്വൽസിൽ കൂടെയാണ് നമ്മുടെ ദേവസ്യാച്ചൻ നമ്മളെ കടത്തി. ബൂത്ത് എത്തിയല്ലോ. ബൂത്ത്
എവിടെ നിൽക്കണ്ടേ? അങ്ങേറ്റത്ത് നിന്നാലോ? ഒരു 2 ഉള്ളൂ. അത് അങ്ങേറ്റത്ത് പെട്ടെന്ന് വിടുന്നോണ്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയത്. അറിയില്ല, സംശയത്തിലായി. ഇവിടെ തന്നെ നിൽക്കാം. കാനഡക്കാരൻ പുതുക്കി പണിതപ്പോ അമേരിക്കക്കാരൻ പുതുക്കി പണിതാ. അതാണ്. അങ്ങനെ ബോർഡറെല്ലാം സക്സസ്ഫുള്ളായി നമ്മൾ ക്രോസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ സാധനം ക്യാമറ ചൂടായി ഓഫായി പോയി കേട്ടോ. വെയിലത്ത് തന്നെ ഇരുന്നിട്ടേ എന്താണെന്നറിയില്ല. ഇന്നലെയും ഇതുപോലെ സംഭവിച്ചായിരുന്നു ഫ്ലോറിഡയിൽ. അവിടെ പിന്നെ ഭയങ്കര ചൂടായിരുന്നു നമുക്ക് വിചാരിക്കാം. ഇതന്നെ കടത്തി വിടണില്ലല്ലോ സാറേ? ഒന്നുമില്ല. പിന്നെ ഈസി പാസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? അവസാനം അവിടെ ഇറങ്ങിപ്പോയുക. ഭാഗ്യം. അങ്ങനെ ഇതാ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. വെൽക്കം ടു ഒന്റാറിയോ ഓപ്പൺ ഫോർ ബിസിനസ്. സമ്മറായ നയാഗ്രയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ബഹളം പറയേണ്ട കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ ട്രാഫിക് ഇച്ചിരി സ്ലോ ആണ്. സാധാരണ അതിൽ നമുക്ക് വിഷയമല്ല. നമ്മൾ ടീം ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് ഒരാളുടെ സമയം തീർന്നാലും മറ്റേ ആൾക്ക് മാറി ഓടിച്ച് യാർഡ് എത്താവുന്നേ ഉള്ളൂ. സിംഗിൾ ഓടിക്കുന്നവർ എങ്ങനെയുള്ള സമയങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന സമയം പോകുമെന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ട്രിപ്പ് കൊണ്ടുപോയിട്ട് അടുത്ത് ബാക്കിയുള്ള സമയം കൊണ്ട് വേണം മാക്സിമം ന്യൂയോർക്കിലേക്ക് അടുത്ത ട്രിപ്പ് എടുത്ത് ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുമല്ലേ. ബേർലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി കേട്ടോ, കാനഡയിലെ. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ദേവസ്യാച്ചൻ്റെ ടൈം തീർന്നുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് മാറേണ്ട വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി നിർത്തണം എന്നുള്ളതേ. അപ്പോൾ അങ്ങനെ പോയാൽ ശരിയാവില്ലെന്നാണ് ഇപ്പോൾ നമ്മുടെ ഡിസ്പാച്ച് വിളിച്ചപ്പോൾ പറഞ്ഞത്. കാരണം നാളെ ശനിയാഴ്ചയാണ്. ഇവർ ഇച്ചിരി അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെലിവറി നടന്നില്ല, പിക്കപ്പ് നടക്കില്ല, പിന്നെ നമ്മുടെ ഞായറാഴ്ച അവിടെ കിടക്കേണ്ടി വരും. ഇത് വള്ളിക്കെട്ട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് ചെയ്തതെന്ന് വെച്ചാൽ, വേറെ നമ്മുടെ ദേവസ്യാച്ചന് തിരക്കാണല്ലോ, അപ്പോൾ വേറെ ഏതോ ഒരു ട്രക്ക് വരുന്നുണ്ട്. അതിൽ കൂട്ടൊരുത്തനെ ഫ്രീ ആക്കിയിട്ട് ഞാനും ആ പുള്ളിയും കൂടെ ടീമായിട്ട് ഒരുമിച്ച് പോയി ഡെലിവറി ചെയ്ത് പിക്കപ്പും ചെയ്ത് നാളെ വൈകിട്ടത്തേക്ക് തിരിച്ചു വരാമെന്നുള്ള ഒരു പ്ലാനിൽ ഇപ്പം കമ്പനിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ യാർഡിലെത്തും. അവർ വരാൻ ഒരു 2 മണിക്കൂറോടെ സമയം എടുക്കും. അവരെ വെയിറ്റ് ചെയ്തിട്ട് ആ പുള്ളിയായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് പോവാം. ബൈ ദ വേ, നമ്മൾ നമ്മുടെ ട്രക്കല്ല കൊണ്ടുപോകുന്നത്. ഈ ഇപ്പം നമ്മുടെ കൂടെ ഓടിക്കാൻ വരുന്ന പുള്ളി പീറ്റർബിലിറ്റുമായിട്ട് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ST99 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൈ ലൈനർ ഉണ്ട്. അപ്പോൾ ആ ട്രക്കായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ടോ? വിമാനം പോയി പോകുന്നുണ്ട്. ഒരു നമ്മുടെ യാർഡ് എത്തിട്ടോ. ചേട്ടാ ഇത് കൈ പിടിച്ചോ, ഇനി വല്ല ആവശ്യം വന്നാലോ അല്ലേ? എന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ്റെ അത് വർക്ക് ചെയ്യുക പറയാൻ പറ്റില്ല അവനൊക്കെ. വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ അറിയത്തില്ലെങ്കിലോ അതെ അതെ ഉള്ള കാര്യം പറയണ്ട. അതെ, കാരണവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കാരണവരെ പണിക്കാരാണ്. അങ്ങനെ സാറ് പോവുകയായി. ഏതാ സാറ് പോവുകയായി വെക്കേഷൻ. അതെ. അങ്ങനെ ദേവസ്യാച്ചൻ പോയി. നമ്മുടെ അടുത്ത ട്രിപ്പിന് വേണ്ട ട്രിപ്പ് ഡീറ്റെയിൽ അടങ്ങിയ പേപ്പറെല്ലാം എടുത്തു വെച്ചു.
അവർ ലണ്ടൻ എത്തിയെന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ അവർ നമ്മുടെ യാർഡിലെത്തും. നമ്മൾ ആ ട്രക്കാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞല്ലോ. ഒരു പഞ്ചാബി ചെറുക്കനാണ് കേട്ടോ. നമുക്ക് അന്നേരത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നമുക്ക് റെഡി ആയിട്ടിരിക്കാം. നമുക്ക് കൊണ്ടുപോകാനുള്ള ട്രക്ക് 9 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ 10 മണിയാകാറായി കേട്ടോ. അതുകൊണ്ട് ഈ ട്രക്കാണ് അവർ കൊണ്ടുവന്ന ലോഡ്. അവരിപ്പം അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില്ല. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുളിച്ചൊരുക്കി ഞാൻ വണ്ടി എടുക്കാൻ തുടങ്ങാൻ പോകാട്ടോ. നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ എവിടെയാണ് ഉള്ളത്. 250 കിലോമീറ്ററും കൂടെ ഉണ്ട് ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്ക്. നമ്മൾ കൂടെയുള്ള പുള്ളി അങ്ങനെ നമ്മുടെ ഇപ്പോൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് അങ്ങനെ ഒത്തിരി സംസാരിക്കാത്ത ഒരു പുള്ളിയാണ്. അതിൻ്റെ വിശേഷമൊക്കെ മുന്നോട്ട് പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ ന്യൂയോർക്കിൽ കൂടെയുള്ള യാത്ര തുടങ്ങി കേട്ടോ. ന്യൂയോർക്കിൻ്റെ സാധാരണ ഞാൻ ഇതുവരാത്ത ഒരു സ്ഥലമാണിത്. ന്യൂബർഗ് എന്നാണ് പറയുന്നത്. ന്യൂബർഗ്, ന്യൂയോർക്ക്. അവിടെ നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ കുറേ empty പാലറ്റ്സ് കൊണ്ട് കൊടുക്കുക. അവിടുന്ന് empty ബിയർ ക്യാൻസ് എടുത്തുകൊണ്ട് നമ്മുടെ കാനഡയിൽ ക്യൂബക്കിലോ ലണ്ടനിലോ ഒക്കെയുള്ള ബ്രൂവറികളിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് നമ്മുടെ പരിപാടി. ഇതേ സാധനം നമ്മൾ നേരത്തെയൊക്കെ കാലിഫോർണിയയിൽ നിന്ന് ചെയ്യാറുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ അർജുൻഭായൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തെ വീഡിയോകൾ കാണുന്നവർക്കറിയാം. നമ്മുടെ ഒരു സ്ഥിരം ലൊക്കേഷനായിരുന്നു കാലിഫോർണിയയിലെ മിരാലോമ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് നമ്മൾ empty ബിയർ ക്യാൻസ് എടുത്തുകൊണ്ട് വരുമായിരുന്നു ക്യൂബക്കിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബഡ്വൈസറിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ സാധനം നമ്മൾ കൊണ്ടുവരുമായിരുന്നു. പിന്നെ നമ്മുടെ കൂടത്തി വണ്ടി ഓടിക്കുന്ന ആൾക്ക് നമ്മുടെ ഭാഷയുടെ കാര്യത്തിൽ ഒരു ഇച്ചിരി പ്രശ്നമുണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുമിച്ച് അങ്ങ് വ്ളോഗ് ചെയ്ത് പുള്ളീനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്തത്. കാരണം എന്ന് വെച്ചാൽ നിസ്സാര കേസുള്ളത് 200 കിലോമീറ്റർ നമ്മൾ ഡെലിവറി എടുക്കുന്നു. ഡെലിവറി ചെയ്യുന്നിടത്തുനിന്ന് തന്നെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നു, നേരെ തിരിച്ചു വരുന്നു. ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. ഒരു ചെറിയൊരു പരിപാടിയായിരിക്കും അത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് റോഡിലത്തെ കുറച്ച് വിഷ്വൽസും പിക്കപ്പിൻ്റെ ഡെലിവറിയുടെയും വിശേഷങ്ങളും കണ്ടങ്ങ് പോവാം. അങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ന്യൂയോർക്കിലെ ന്യൂബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇടുക്കിയുടെ ഒരു ഫീൽ കിട്ടുമെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. അതുപോലെ ന്യൂയോർക്കിൻ്റെ ഈ ഒരു പ്രദേശങ്ങളിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു വയനാട്ടിൽ ചെന്ന ഫീലിംഗ് ആണ്. ഇഷ്ടംപോലെ മലകളും പുഴകളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്കൂട്ട് ഇതുപോലെ മരച്ചില്ലുകളും ആ ടൈപ്പ് മരങ്ങളും കാര്യങ്ങളുമൊക്കെ. അതിലൊരു രസകരമായ ഡ്രൈവായിരുന്നെന്ന് പറഞ്ഞേ പറ്റും. അടിപൊളി. സിദ്ധിൻ്റെ വേറൊരു വണ്ടി വേണ്ട ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് പോയി ചെക്ക് ഇൻ ചെയ്യാം. അവരുടെ അപ്പോയിൻമെൻറ്റ് 8:30 കേട്ടോ. അവരുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബ്രോ ഫിനിഷ്? താങ്ക്സ്. ഫിനിഷ്? Where is your pickup from? Oh, okay. We are also coming there. Okay. See you there. What time is your appointment there? Okay. Ours is 11. Yeah. Okay. See you. കണ്ട ഈ കാണുന്ന വലിയൊരു ഏരിയ ആണ് വെയർ ഹൗസ് കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കൂടാതെ ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലെന്ന് തോന്നും. പെട്ടെന്ന് തന്നെ ബാക്കപ്പ് ഇട്ട് ലോഡ് എടുത്ത് വിട്ട് പോയേക്കാം. അടിപൊളി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് ഡോർ നമ്പർ 25 കിട്ടി. അപ്പം നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം നമുക്ക് 9 മണിക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ ശരിക്കും അപ്പോയിൻമെൻറ്റ് 10 മണിക്കായിരുന്നു. സ്വാഭാവികം. നമ്മൾ ഇച്ചിരി താമസിച്ചാലും സമയത്തിന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥിരം ഉള്ളതാണ്. എന്തായാലും ഡോക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇടാം. മറ്റേ ഇറക്കുന്ന പുള്ളി ഒരു ബ്രേക്കിന് പോയേക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇറക്കി കിട്ടാൻ ഇച്ചിരി താമസം എടുക്കുമായിരിക്കും. വേണ്ട, നിങ്ങൾ കാണുന്ന പോലെ ഒരു ലോഡ് empty പാലറ്റ്സ്. അതാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ലോഡ്.
അപ്പോൾ ഡോക്കിലിടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടാൻഡം സ്ലൈഡ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ടാൻഡം സ്ലൈഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പല വീഡിയോകളിലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ടാൻഡം സ്ലൈഡ് ചെയ്ത് ഡോക്കിൽ ബാക്കപ്പ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി വേണ്ട നമുക്ക് ഈ എയർലൈൻസ് റിലീസ് ചെയ്തിടണം. ഈ എയർലൈൻസ് റിലീസ് ചെയ്യണ എന്തിനാണെന്ന് വെച്ചാൽ എയർലൈൻസ് റിലീസ് ചെയ്താൽ നമ്മുടെ എയർ ബ്രേക്ക് ജാമായിട്ടായിരിക്കുമല്ലോ. നമുക്ക് സാധനം റിമൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് മാത്രം റിമൂവ് ചെയ്താൽ മതി കേട്ടോ. വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ മറന്നു പോയിട്ടാണ് മറ്റേ രണ്ടും എല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് വർത്താനം പറയുന്നത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മറ്റേ രണ്ടും കൂടെ റിമൂവ് ചെയ്തത്. വേണ്ട ആ റെഡ് റിമൂവ് ചെയ്യുന്നതിലൂടെ നമ്മളെ ട്രെയിലറിൻ്റെ ബ്രേക്ക് ലോക്ക് ചെയ്തു. ചില സമയത്ത് നമ്മൾ ടെസ്റ്റിൽ പോകുമ്പോൾ കാണിച്ചിട്ടില്ല, അവരിവിടെ കൊണ്ടുവന്ന ഒരു ലോക്ക് ഇടും. വേണ്ട നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു ലോക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ആ ലോക്ക്. ഒന്നെങ്കിൽ അത് ഇവിടെ ഇടാം, കാരണം ഇത് പൂരാതെ നമുക്ക് ഈ സാധനം ഇവിടെ ഘടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിലും ഇടാം, കാരണം ഇത് ഇവിടെയാണ് ഘടിപ്പിക്കേണ്ടത്. എന്തായാലും ഇവിടുത്തെ ഡെലിവറി എല്ലാം കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടി, ഒത്തിരി സമയമൊന്നും എടുത്തില്ല. നമുക്ക് അടുത്ത പിക്കപ്പിനുള്ള സ്ഥലത്തേക്ക് പോയേക്കാം. പണ്ട് നമ്മൾ സിംഗിൾ വന്ന സമയത്ത് ഇവിടെ വന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. നമ്മളിവിടെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ ലോഡ് ചെയ്ത് കിടക്കാൻ, നമ്മുടെ വണ്ടി അവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. Go check in and come. അപ്പോൾ തന്നെ കുറേ നാൾ കൂടി നമ്മുടെ മൻപ്രീതുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അമ്മാരുടെ ലോഡ് സെറ്റായി, പേപ്പർ വർക്കും സീലൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ ബൈ പറഞ്ഞിട്ട് പോയേക്കാം. ഓക്കെ, നൈസ് മീറ്റ്. കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു ട്രക്ക് കണ്ടോ, ഇത് ഷണ്ടിങ് ട്രക്കാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ട്രക്കുകളുണ്ടല്ലോ മെയിൻലി ഇതുപോലത്തെ വലിയ വലിയ വെയർഹൗസുകളിലൊക്കെ ഉപയോഗിക്കാറ്. എന്നാന്ന് വെച്ചാൽ ഇതുപോലത്തെ ട്രെയിലറുകൾ മാറ്റി മാറ്റി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ ഇവിടെയൊക്കെ അലൈൻമെൻറ്റിൽ ഇടാനും എടുക്കാനും ഒക്കെ. കാരണം ഇതിൻ്റെ നീളവും വീതിയെല്ലാം വളരെ ചെറുതായതുകൊണ്ട് നല്ല എളുപ്പമാണ്. അതോടൊപ്പം തന്നെ ആ ക്യാബിൻ്റെ ഒരു ഇതിൽ നിന്ന് നേരെ പുറത്തേക്ക് താഴെ ഇറങ്ങി വീണ്ടും കയറാതെ ആ ക്യാബിൻ്റെ പുറകിലെ ഡോറ് കണ്ടോ, അതുവഴി തന്നെ പെട്ടെന്ന് ഹോസുകളൊക്കെ കണക്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മളെ ലോഡിങ് കഴിഞ്ഞു കേട്ടോ. ലോഡിങ് കഴിഞ്ഞ് പേപ്പർ വർക്കും കിട്ടി, സീലും ഇട്ടു. നമ്മൾ പയ്യെ ഡോക്കിൽ നിന്ന് പുൾ ഓഫ് ചെയ്യുക. നമുക്ക് പേപ്പർ വർക്ക് അയച്ചു കൊടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ പേപ്പർ വർക്കുകളെല്ലാം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ആയി ഡെലിവർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ നോട്ട് ചെയ്തത് നമുക്കിവിടെ ഇൻ്റർനെറ്റിൻ്റെ കട്ടകളുടെ എണ്ണം കാണിക്കുന്നുണ്ടെങ്കിലും സ്പീഡിന് എന്തോ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടേ. അല്ല എന്തായാലും കാര്യമൊക്കെ ഇത്ര ആയ സ്ഥിതിക്ക് നമ്മുടെ മച്ചാനെ ഇനി പരിചയപ്പെടുത്തിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ഇതാണ് ബ്രോ സുർജിത് ഭായ്. അപ്പം ഇന്ന് ഹായ് കെൻ യു പ്ലീസ് സേ ഹായ്. ഓക്കെ, അപ്പോൾ പുള്ളി അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് ഓടിച്ച് കാണാം. ലോഡ് എടുത്തു. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് സിംഗിൾ ട്രിപ്പുകൾ, ഇപ്പോൾ ഇപ്പോൾ ദേവസ്യാച്ചൻ അവധി എടുത്ത പോലെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ല എന്തെങ്കിലും ഒരു ആവശ്യം കാലിഫോർണിയക്ക് പോകുമ്പോൾ 5 ദിവസം വേണമല്ലോ. അപ്പോൾ 2 ദിവസം നമുക്ക് അവധി മതി, അല്ലെ 3 ദിവസം അവധി മതി. 2 ദിവസം നമ്മൾ ഫ്രീ ആണ്, ജോലിക്ക് പോവാം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ട്രിപ്പുകൾ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ലൊക്കേഷനിൽ പെട്ടതാണ് ഇവിടെയുള്ള ഈ ഒരു നമ്മുടെ MT ക്യാൻസ് എടുക്കാൻ വരുന്നത് കേട്ടോ.
അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ട് കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്, ഇവിടെ വന്നിട്ട് ഒരു ഏകദേശം 1.5 കൊല്ലം അല്ല 2 കൊല്ലം ആയെന്ന് തോന്നുന്നു. അല്ല ഇവിടെ വന്ന ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തളിരിട്ട് നിൽക്കുന്നു. നമ്മുടെ ഒൻറ്റാറിയോയിലെ ഓൺ റൂട്ട് പോലെ ഇവിടെ കണ്ടെത്തിയ ഒരു സംഭവം കേട്ടോ, ന്യൂയോർക്കിലെ ആപ്പിൾ ഗ്രീൻ. ഇടയ്ക്കിടയ്ക്കെല്ലാം ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം അവിടെ നിർത്തിയിട്ട് വേണ്ട ഒരു ചിക്കൻ സാൻഡ്വിച്ചും മേടിച്ചു, അതോടൊപ്പം തന്നെ ഒരു ക്യാപ്പുച്ചിനോയും കൂടെ എടുക്കുക. അങ്ങനെ ബ്രാൻഡഡ് കോഫി ആണോ എന്ന് ചോദിച്ചാൽ വലിയ കോഫിയൊന്നുമില്ല, എല്ലാത്തിനും ഒടുക്കത്തെ കത്തിയാ കേട്ടോ. ബോർഡറിലേക്ക് നമുക്ക് 150 കിലോമീറ്ററും കൂടെ ഉണ്ട്. എന്നാലും ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോവാം. പോപ്പൈസിൻ്റെ ക്ലാസിക് സ്പൈസി ചിക്കനാണ് മേടിച്ചേക്കാം. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. പോപ്പൈസിൻ്റെ സാൻഡ്വിച്ച് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, കഴിച്ചു വന്നപ്പോഴാണ് പറയാതെ പോയി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പിക്കിൾസൊക്കെ വെച്ചിട്ടുണ്ടേ. ആദ്യം ഇമ്പ്രഷൻ ഇല്ലായിരുന്നെങ്കിലും കഴിച്ച് പകുതി ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. ഫുഡും കഴിച്ച് കാപ്പിയും കുടിച്ച് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. അന്നേരം അത് ഈ സാധനം കണ്ടത്. ഈ വെള്ളം ഓർമ്മയില്ലേ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് മറ്റേ ആഷ്ടൺ ഹോൾ എന്ന് പറയുന്ന പുള്ളി എപ്പോഴും മോൻ കഴുകുന്ന വെള്ളം. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ ഓർത്ത കേട്ടോ. പക്ഷേ അത് $3 ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ യാടെത്തി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഷിഫ്റ്റ് മാറിയായിരുന്നു ബോർഡർ കഴിഞ്ഞപ്പം. ഞാൻ നന്നായിട്ടൊന്ന് മയങ്ങുകയും ചെയ്തു. സമയം ഏകദേശം 9 മണിയാവായിട്ട്. ഓക്കെ, ടേൺ ഓഫ് ബാറ്ററി. ഓക്കെ, അത് some other time. Okay, take care. നമുക്ക് ഇച്ചിരി ഫ്യൂവൽ അടിച്ചിട്ട് പോയേക്കാം. ഇന്നലെ ശരിക്കും ഫാദേഴ്സ് ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലെത്തുന്ന പ്രതീക്ഷിച്ചത്. നമ്മളിതുപോലെ ഒരു ചെറിയ ട്രിപ്പും കൂടെ എടുക്കുമെന്നുള്ള അവർ വിചാരിച്ചില്ലല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് അവർ കരുതുന്നുണ്ടാകും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമായിട്ട് കൊണ്ടുവരാം. Papa. Hi! I have one more gift for you. Wow! What is that? Open it. Love you, Papa. And cutlet. Oh my God! Cake from Mama and Pinky. Oh! Happy Father's Day. Happy Father's to Day. me. Happy Father's Day, Papa. But who made you a father? ആരാ? Me? ആണോ? മേജർ ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു കേട്ടോ. നല്ല കിഡിലും സാധനം. നാളെ കാണിച്ചു തരാം. Wow! This is awesome! നോക്കൂ guys. Argentina! നമ്മളിവിടെ ഫുള്ള് ഞങ്ങൾ അർജന്റീന മെസ്സി ഫാൻസ് ആണ്. Messi. You're the best dad ever, Messi. Pinky Mom create ഒരു ടൈൽ അല്ലേടാ? Tile അല്ല coaster. Yeah, it's a coaster. Coaster? You can like put your coffee on it. Oh! You're making so much mess here, Papa. Your coffee tea cups. I'm the Messi here. Yeah. The messiest person here. Thank you. So we can share it. ഞാൻ മുറിച്ചോ. Okay. In the world, Happy Father's Day to you. മമ്മിയുടെ സ്പെഷ്യലാണ് കട്ലറ്റ് കേട്ടോ. ഞങ്ങളിവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മമ്മി പടപടയെന്നുണ്ടാക്കും കട്ലറ്റ്. ആൻഡ് വി ഓൾ ലവ് ഇറ്റ്.
2 പാത്രത്തിൽ കച്ചപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. കച്ചപ്പ് കൂട്ടി അങ്ങ് കഴിക്കാം. സന്തോഷസൂചകമായി ഇത്രയും നല്ലൊരു വൈഫിനെ മോനെ. അതെ, സത്യമായിട്ടും മമ്മി, ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ മൈ വൈഫ്. മമ്മി ഇങ്ങനെ സുന്ദരിയായ സൽസ്വഭാവിയായ. I made this. ഓക്കെ. ഇന്നത്തെ വോഡ്കയ്ക്ക് നമുക്ക് സ്പെഷ്യലുള്ള ചിയ സീഡ്സ് ഒക്കെ ഇട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വോഡ്ക ആയിട്ടോ. ഫാദേഴ്സ് ഡേയുടെ സ്പെഷ്യൽ ഇത് പറഞ്ഞില്ലല്ലോ. ഫാദേഴ്സ് ഡേ ആക്ച്വലി സൺഡേ അല്ലേ, അപ്പൊ നല്ല ചട്ടി നിറച്ച് മീൻകറി വെച്ചേക്കുന്നുണ്ടോ. ടുമോറോ പപ്പയ്ക്ക് ഇഷ്ടമുള്ള മീൻകറിയും കപ്പയും. ഇതെന്നെ മീനാ? ഏതോ മീൻ, അടിപൊളി, സൂപ്പർ. ലീലേന്ന് വാങ്ങിച്ച ഫ്രഷ് മീനാ, നല്ല മീനാ. തലയുണ്ട്, തലക്കറിയാ. എന്നാലും ആ ബോക്സ് കൂടെ അങ്ങ് എടുത്തോ, അതിന്റെ കൂടെ അങ്ങ് പോട്ടെ. പ്രേക്ഷകരെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളെന്ന് പറ. നമ്മുടെ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താ ചിരിച്ചോണ്ടിരിക്കാതെ ഓടിപ്പോ എടുത്തോണ്ട് വാ. ഇവിടെ എന്നാ പിന്നെ അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. സംഭവം വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പോകുന്നതിന് മുമ്പ്, അപ്പം ഫാദേഴ്സ് ഡേ ഇന്നലെ ആയിരുന്നു. അപ്പം നമ്മൾ റോഡിലുള്ള ആൾക്കാരല്ലേ എപ്പോഴാണ് എങ്ങനെ വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം നമ്മളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിഡിലും സാധനം കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൻ്റെ കാര്യത്തിൽ ഞാനിങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും ഒരു പഴയ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും, നമ്മുടെ ഡെയിലി വ്ളോഗ്സ് പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഒരു നല്ലൊരു സാധനം ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്നിങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം മുൻനിർത്തി പല പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം നമുക്ക് ഗിഫ്റ്റ് ചെയ്തു. വേറെ ഒന്നുമില്ല, ഒരു iPhone 17 Pro Max. ഞാൻ വീഡിയോ എടുത്ത് സാറ്റർഡേ തുറക്കാടാ. വീഡിയോ എടുക്കുന്നുണ്ട്. ഇത്രേ ബ്ലോഗറൊക്കെ ഒന്ന് സ്റ്റാറായി നിന്നാലോ, ഇച്ചിരി ബാഡായിട്ടൊക്കെ നിന്നോ. He's so disappointed in us. The costume. കോസ്റ്റ്യൂം നമ്മൾ വ്ളോഗ് ചെയ്യുന്നില്ലായിരുന്നല്ലോ. ഇല്ല, തുറന്നു മമ്മി, തുറന്നു. അവിടെ തലയോടെ കാണിക്കിച്ചേ, ഇതിനാണ് വീഡിയോ എടുക്കുന്നത് മൊത്തം. ഹാപ്പി ഫാദേഴ്സ് ഡേ പപ്പ. റിയലി ബ്രോ? $2,000 Why I am shouting? and over. Asking for petrol and everything. എന്റെ അമ്മ, ഇത് എങ്ങനെ മേടിച്ചത്? $2,000 and up. That's the price. ഗായ്സ്, വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി കം ഹിയർ. കാരണം നമ്മളിപ്പോഴും ഐഫോണിന്റെ എന്താ പരിപാടി 0.5-ലാണോ? Probably. I'm not sure. അത് ഓക്കെ, എന്നാലേ കിട്ടുള്ളൂ. നമുക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പോഴും 14-ന്റെ ഒരു സാധാരണ iPhone 14-ന്റെ ഒരു സാധാരണ സാധനം ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി കുറവാണ്. എപ്പോഴും വീഡിയോസ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചോണ്ടാണ്. കാരണം ഫോൺ എപ്പോഴും ചൂടാ. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യാൻ ഏറ്റവും പാടാതായിരുന്നു. എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഇത് പുറത്തെടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇതോടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയാലും. പക്ഷേ ഞാൻ ഇതൊരിക്കലും, കാരണം പൈസയുടെ കാര്യം ഓർത്തിട്ട് ഇതുവരെ മേടിച്ചിട്ടില്ല. കാരണം അറിയാമല്ലോ. താങ്ക് യു. ഫാദേഴ്സ് ഡേയുടെ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചിരുന്നതാ. Father's Day gift. Don't forget to How much mention is the that? beautiful card. അപ്പം കാണിച്ചേ, ശരിക്കും ഫാദേഴ്സ് ഡേ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഫാദേഴ്സ് ഡേ. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ഫ്ലോറിഡ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് തന്നത്. ഓക്കെ, You only open it halfway. ഓക്കെ. ഇത് പിങ്കിമോൻ തന്ന ഒരു കാർഡാണ്. To the best dad. Notice the O. ഓക്കെ, ഇതൊരു ഫുട്ബോളിന്റെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഗെയിമാണ് സോക്കർ. എൻ്റെ പിങ്കിമോന്റെ അല്ലേ? Yeah. And now you just open it halfway. Okay. And wait, look from the top. Okay. It's if the FIFA World Cup Was for the best dad, you would win. Oh. And you see who's Jesse's dad? Messi.
FIFA World Cup. Happy Father's Day. And you gold. So, scored a goal. Okay. Thank you so much. You are welcome. By the way, there's still more gifts coming on its way. Really? Yeah. I'm so lucky. Thank you. Phone open ചെയ്. എത്ര മെമ്മറി നോക്കിയോ? ഇല്ല, ഞാൻ അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നെ. അല്ല, ഞാൻ പറഞ്ഞു എത്ര 1 GB ആണോ? 1 GB യോ? ഈശോ മിശിഹാ. എടാ, ഇത് വ്ളോഗിങ് നിർത്താൻ പറ്റൂല്ലോ ഇത് മേടിച്ചിട്ട്. ഫോണിങ് വാങ്ങിക്കും. താടാ എന്റെ ഫോണെന്ന് പറയും. സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് പയ്യെ പയ്യെ ഫോൺ നിർത്തി. പരിപാടി നിർത്തിയേക്കാന്ന് വിചാരിക്കുമ്പോ ഓ മൈ ഗോഡ്, താങ്ക് യു നീനു സർ, താങ്ക് യു സോ മച്ച്. അമ്മച്ചിയാണ് പാർട്ട്ണർ ഇൻ ക്രൈം. ഇന്ന് മുഴുവൻ ഇവിടെ കുത്തിയിരുന്ന എന്നെ കിടക്കാതെ ഇവിടെ കുത്തിയിരുത്തിയേക്കായിരുന്നു. നൈസായിട്ട് പൊക്കി പൊക്കി കൊണ്ടുപോയത് എന്നാ മൂറിലോട്ട്. ഞാൻ Here, open it. Open it. ഇന്ന് ഡെലിവറി പറഞ്ഞേക്കോ, ഞങ്ങൾ കണ്ടു ഇത് പോകുന്നില്ലല്ലോ മുകളിലോട്ട്. Wow. Nice. Thank you. Can I have your old phone? No. This is only for vlogging. Nowadays this doesn't come with the adapter, so I have to buy separate adapter. Okay. No, it works with our old adapter. Yeah. അതാ സി ടൈപ്പ് ആണോ? കുത്തണത് ഇതാ, ഇവിടെ കുത്തുന്നതാ മാറിയത്. ആണോ? എന്നാലും 25 രൂപയ്ക്ക് എന്നാലും ഇരിക്കട്ടെ, സാധനം ഇരിക്കട്ടെ. താങ്ക് യു. ഞാൻ ഒരെണ്ണം എടുക്കാം. വേണ്ട, ഞാൻ ഒരെണ്ണം എടുക്കാതെ. മറ്റേ ചാർജർ അവിടെ പോയെന്ന് തമ്പുരാനറിയാം. ഓക്കെ, കട്ട് ചെയ്തോ.